my dance make it hurt. ഒരു 25 വയസ്സിലെ സൗന്ദര്യം ഒരു 38 വയസ്സിൽ നമുക്ക് ഉണ്ടായാൽ അത് നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഒത്തിരി എക്സ്പ്രഷൻസ്, നമുക്ക് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻസ് നമ്മളുടെ മുഖത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസിൽസ് ആ വ്യത്യാസം വരും. നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഫോർഹെഡിൽ നമ്മളുടെ ഇവിടെ റിങ്കിൾസ് വരും. അതുപോലെ കണ്ണിൻ്റെ അവിടെ ക്രോസ് ഫീറ്റ് അതും ഇതുപോലെ റിങ്കിൾസ് വരും. അപ്പോൾ ആ റിങ്കിൾസ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഏജ് ചിലപ്പോൾ നമുക്കൊരു 40s ഒന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ മസിൽസ് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ റിങ്കിൾസ് വരാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഫാറ്റ് റിഡക്ഷൻ എല്ലാം തന്നെ റിങ്കിൾസിന് കാരണമാവും. അപ്പോൾ റിങ്കിൾസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഏജ്ഡ് ആയി എന്നൊരു ഫീല് വരും. നമുക്ക് എല്ലാവർക്കും ഏതൊരു പ്രായത്തിലും വളരെ യങ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കണം, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിനെല്ലാം തന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്ന് സാധാരണക്കാർക്ക് അറിഞ്ഞിരിക്കണം എന്നെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റാർസ് എല്ലാം ഫ്രീക്വൻ്റായി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കൂടി ഇന്ന് അത് ഒരു മീഡിയം ക്ലാസ് ആളുകളിലേക്കും കൂടെ അത് വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി പല സംശയങ്ങളും നമുക്കുണ്ട്. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബൊട്ടോക്സിനെ പറ്റിയാണ്. അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്നും ഏകദേശം എത്ര എക്സ്പെൻസ് ആയിരിക്കും വരിക എന്നും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ റസിയാണ്. ഡോക്ടർ നമ്മളോട് പറഞ്ഞു തരും ഇത് വളരെ എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സാധാരണ എത്ര ആളുകളാണ് ഇതിനു വേണ്ടി ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ എത്താറുള്ളത്, ട്രീറ്റ്മെൻറ്റ് നീഡ്സ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഡോക്ടർ റസിയെ നമുക്ക് ചെറുതായിട്ട് ഒരു ഇൻട്രോ നമുക്ക് തരുന്നതായിരിക്കും. ഇത് സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ സാധാരണക്കാരെ കൂടുതൽ ഇങ്ങനത്തുള്ള ട്രീറ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യുന്നത്, ചെയ്യാറുമുണ്ട്, വന്നിട്ട് ചോദിച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് എക്സ്പെൻസീവ് ആണോ എന്നൊരു ധാരണയുണ്ട് ആൾക്കാർക്ക്. അതത്ര എക്സ്പെൻസീവ് അല്ല. ഒരു ഇച്ചിരി നല്ല ഫേഷ്യലിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഡോക്ടർ അനീഷ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ബൊട്ടോക്സിനെ പറ്റിയാണ്. ഇപ്പം നമ്മൾ ഒത്തിരി അധികം കേൾക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു ബസ് വേർഡ് തന്നെയാണ് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ബൊട്ടോക്സ്? ആദ്യമായി പറയട്ടെ, ഈ ബൊട്ടോക്സ് എന്ന് പറയുന്ന പേര് ഒരു ട്രേഡ് നെയിമാണ്. നമ്മൾ ഈ ബുൾഡോസറിന് അല്ലെങ്കിൽ എക്സ്കവേറ്ററിന് JCB എന്ന് വിളിക്കുന്ന പോലെ ബോട്ടിൽഡൺ ടോക്സിൻ എന്ന് പറഞ്ഞ മരുന്നിനെയാണ് നമ്മൾ ബൊട്ടോക്സ് എന്ന് വിളിക്കുന്നത്. അലർഗാൻ എന്ന കമ്പനി ബൊട്ടോക്സ് എന്ന പേരിൽ ബോട്ടിൽഡൺ ടോക്സിൻ ഇറക്കിയപ്പോൾ ലോകമെമ്പാടും അത് ബൊട്ടോക്സ് എന്നറിയപ്പെട്ടു. എന്താണ് ഈ ബൊട്ടോക്സ്? ബൊട്ടോക്സ് എന്ന് പറയുന്നത് ഒരു പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് ആണ്, ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നത്. രണ്ട് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതൊരു ടോക്സിനുമല്ല, ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ അതിനില്ല. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, പെൻസിലിൻ ഉൾപ്പെടെയുള്ള ആൻറ്റിബയോട്ടിക്സ് കിട്ടുന്നതും ബാക്ടീരിയയിൽ നിന്നാണ്. വളരെ സൂക്ഷ്മതയോടെ പല പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയി കിട്ടുന്ന ഒരു ഡെറിവേറ്റീവാണ് ബൊട്ടോക്സ് എന്ന് പറയുന്ന മരുന്ന്. അത് നമ്മളിന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡോക്ടർ, വളരെ പെട്ടെന്ന് റിസൾട്ട്സ് ഈൽഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബൊട്ടോക്സ് എന്ന് പറയും. അത് എന്തുമാത്രം ശരിയാണ്? സാധാരണ ഇപ്പോൾ ഇന്ന് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്കിനുള്ളിലാണ് അതിൻ്റെ റിസൾട്ട് കാണുക. കണ്ടു തുടങ്ങുന്നത് ഒരാഴ്ചയാണെങ്കിലും പതുക്കെ ഒരു റിസൾട്ട് എൻഹാൻസ് ആയിട്ട് വരും ഒരു 2 weeks to 1 month പീരീഡിൽ. നമ്മൾ യൂഷ്വലി ഒരു റിവ്യൂ പറയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് കാണിക്കുക. അപ്പോൾ എന്തെങ്കിലും ചെറിയ ടച്ചപ്പ് എവിടെയെങ്കിലും ചെയ്യാനുണ്ടോ, എവിടെയെങ്കിലും ചില ചുളിവുകൾ ബാക്കിയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഒരു ഡോക്ടർ ഏത് ഏജിൽ തൊട്ട് നമുക്ക് ബൊട്ടോക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പലർക്കും ഒരു പേടിയുണ്ട്, നമ്മളൊരു ഏർലി ഏജിൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ ഏജ്ഡ് ആയിട്ട് തോന്നുമോ? അപ്പം ഡോക്ടറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എങ്ങനെയാണ്? ബൊട്ടോക്സ് എന്ന മരുന്ന് പല ഉപയോഗങ്ങളുണ്ട്. ബൊട്ടോക്സ് എന്ന മരുന്നിന് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിന് ഉപയോഗിക്കാം, മൈഗ്രെയിനിന് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ ബൊട്ടോക്സ് ഉപയോഗിക്കുന്നത് ഡൈനമിക് റിങ്കിൾസിന് വേണ്ടിയിട്ടാണ്. ഡൈനമിക് റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നമ്മുടെ മുഖത്ത് വീഴുന്ന ചുളിവുകൾ. അത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന നെറ്റിയിൽ, ചിരിക്കുമ്പോൾ വരുന്ന കണ്ണിന് ചുറ്റും വരുന്ന ക്രോസ് ഫീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൗൺ ചെയ്യുമ്പോൾ നടുക്ക് വരുന്ന ഗ്ലബുലർ കോംപ്ലക്സ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായി ബൊട്ടോക്സ് ഉപയോഗിക്കുന്നത്. അത് ഏത് ഏജിൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ യൂഷ്വലി 18 above ആയാലും നമുക്ക് ബൊട്ടോക്സ് ചെയ്യാം. അപ്പം ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ഡൈനമിക്സ് ഡിഫറെൻ്റ് ആണ്. ലൈൻസ് വീഴുന്ന അനുസരിച്ച്, ലൈൻസ് വന്ന് തുടങ്ങുന്ന അനുസരിച്ചിട്ട് ബൊട്ടോക്സ് തുടങ്ങാവുന്നതാണ്. ഒരു ഏർലി ഏജിൽ ഇപ്പോൾ 20s ബൊട്ടോക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് കൂടുതൽ ഏജിങ് പ്രോസസ്സ് വരുന്നതിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മളൊരു ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നാൾ അതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നീട്
നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് സ്കിൻ തിരിച്ചു പോകും. അല്ലാതെ കൂടുതലായിട്ടൊരു ഏജിങ് പ്രോസസ്സ് ഒരിക്കലും ബൊട്ടോക്സ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നില്ല. എത്ര നാളാണ് ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് ചെയ്ത്? എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും? എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 to 6 months ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഓരോരുത്തരുടെയും സ്കിൻ ഡൈനാമിക്സ് അനുസരിച്ച് വേരി ചെയ്യും ചെറുതായിട്ട്. എന്നാലും 4 മാസം തൊട്ട് 6 മാസം വരെ നമ്മൾ ഒരു തവണ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. ബൊട്ടോക്സിനെ പറ്റി എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തൊരു ഫേസ് ആയിപ്പോവും, ഒരു മാസ്ക് ലൈക്ക് അപ്പിയറൻസ് ആയിപ്പോവും. അങ്ങനെ ഒരു കാര്യം അത് ശരിയാണോ? അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ നഷ്ടപ്പെടും, ഒരു ഫ്രോസൺ ലുക്ക് വരും, അല്ലെങ്കിൽ ഒരു മാസ്ക് അപ്പിയറൻസ് വരും എന്നുള്ളത്. അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്താൽ മതിയോ, അതോ അതിൽ കൂടുതൽ നമ്മുടെ എക്സ്പ്രഷൻസ് പൂർണ്ണമായിട്ട് കളയണം എന്നുള്ളത് എത്ര ബൊട്ടോക്സ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. അത് നിങ്ങളുടെ ഇഞ്ചെക്ടറിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സിനിമ നടിമാരെയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ വല്ലാണ്ടൊരു എക്സ്പ്രഷൻ ഇല്ലാതെ ആയിപ്പോയില്ല, അത് കൂടുതൽ ബൊട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ്. ഞാൻ എപ്പോഴും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു 2 weeksനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ചേഞ്ച് നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വേണമെന്ന് തോന്നുകയാണ്, കുറച്ചും കൂടെ ഒന്ന് മസിൽസിന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കൂടുതൽ ഇഞ്ചെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫേസിങ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഈ ഒരു മാസ്ക് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഫ്രോസൺ അപ്പിയറൻസ് വരുന്നത് നമുക്ക് തടയാം. സോ അങ്ങനെ ഒരു ഭയം വേണ്ട. എക്സ്പ്രഷൻ തീരെ ഇല്ലാത്തൊരു മുഖമായി പോകുന്നില്ല ബൊട്ടോക്സ് ചെയ്താൽ. ബൊട്ടോക്സ് ഒരു ഇഞ്ചെക്ഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരു ഭയമുണ്ട്, അതിനൊത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടോ? ബൊട്ടോക്സിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഇഞ്ചക്ടറിൻ്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൊട്ടോക്സ് എവിടെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നാണ്, അതിലും ഉപരി എവിടെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവയർനെസ് നിങ്ങളുടെ ഇഞ്ചക്ടറിന് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ബൊട്ടോക്സിൽ സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ ഫോർഹെഡിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ബൊട്ടോക്സ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ഐബ്രോസിൻ്റെ സിമിട്രി മാറുക, അല്ലെങ്കിൽ ഐലിഡ് ചെറുതായിട്ട് ഡ്രൂപ്പ് ആവുക, ഇങ്ങനെയുള്ള പലതും നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാറുണ്ട്. അതൊക്കെ അബദ്ധങ്ങളാണ്. നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് തെറ്റിപ്പോകുന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഞ്ചക്ടർ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബൊട്ടോക്സ് എന്നത് വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഇപ്പോൾ നമ്മൾ ബൊട്ടോക്സ് ഒരു സ്ഥലത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്, നെറ്റിയിൽ ചുളിവുകൾക്ക് വേണ്ടി ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രമേ ബൊട്ടോക്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ആ ചെറിയ മസിലുകൾ, നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻ വരുത്തുന്ന ആ മസിലുകളിലേക്കുള്ള ഞരമ്പിൻ്റെ സപ്ലൈ ബ്ലോക്ക് ചെയ്തിട്ട് ആ മസിലുകൾ റിലാക്സ് ചെയ്യുകയാണ് മാത്രം ചെയ്യുന്നത്. അല്ലാതെ ഇത് നമ്മുടെ രക്തക്കുഴലിലേക്ക് കയറുക, അല്ല നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു സൈഡ് എഫക്ട്സും ബൊട്ടോക്സിനില്ല. കാരണം വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് നമ്മൾ എവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നോ അവിടെ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഒത്തിരി എക്സ്പെൻസീവായൊരു ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ നമ്മൾ സ്റ്റാർസ് അല്ലെങ്കിൽ മോഡൽസ് അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രം. അത്തരത്തിലാണോ, അതിന് മാത്രം എക്സ്പെൻസീവ് ആണോ ബൊട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. സെലിബ്രിറ്റീസിന് മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണിത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. പല ഇൻഡിക്കേഷൻസിന് വേണ്ടി നമ്മൾ എത്ര ബൊട്ടോക്സ് യൂണിറ്റ്സ് എടുക്കുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ടേപ്പർ ചെയ്തിട്ട് ഇത്രയും യൂണിറ്റ്സ് വെച്ചിട്ട് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സെലിബ്രിറ്റീസിനും അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഇത്. സാധാരണക്കാർക്കും ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ഫംഗ്ഷൻ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്കിന്നിനൊരു ഗ്ലോ തരാൻ വരെ ബൊട്ടോക്സ് ഹെൽപ്പ് ചെയ്യും. ബൊട്ടോക്സ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഈ ഗ്ലോ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷേ എന്നാൽ തന്നെയും ഒരു സ്കിൻ ഗ്ലോ നമ്മൾ ബൊട്ടോക്സ് ചെയ്ത പേഷ്യൻസിൽ കാണാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ബൊട്ടോക്സ് ഒരു സെലിബ്രിറ്റി ട്രീറ്റ്മെൻ്റ് ആയിട്ട് കരുതരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ബൊട്ടോക്സ് സ്റ്റാർസിൻ്റെ മാത്രം ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് ഏജിലും നമുക്ക് ബൊട്ടോക്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയൊരു ഇൻഫർമേഷൻ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വരിക. അണ്ടിൽ ദെൻ സ്റ്റേ ഫിറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ.